രാവിലെ നീച്ച് പല്ലൊക്കെ തേച്ച് സുബഹി നിസ്കരിച്ച് ചായ കുടിക്കാൻ വേണ്ടി പെരേക്ക് ഇങ്ങോട്ട് വരും. കന്നൂട്ടാൻ പോണ ആള് ഉച്ചക്ക് പണി നിർത്തി കന്നൂട്ടൽ നിർത്തിയിട്ട് കയറിയാല് കുടി പോയിങ്ങാണ്ട് കഞ്ഞുടിച്ചിട്ട് പള്ളിക്കാട്ട് പോയി മറക്കിരിക്കും. പള്ളിക്കുളത്തുനിന്ന് കുളിക്കും, പള്ളി കയറി നിസ്കരിക്കും, പള്ളിൻ്റെ ചെരുവിൽ കുറച്ചു നേരം കിടക്കും. ഒരു 2 മണിയാവുമ്പോൾ പാടത്തേക്ക് പിന്നെയും പോകും. ആലോചിക്കോളൂ, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ നമ്മളെ പള്ളിയിൽ കിടക്കാൻ പറ്റുമോ? കിടത്തം നിരോധിച്ചിരിക്കുന്നു എന്ന് ബോർഡ് കാണാം പള്ളിക്ക് കയറിയാൽ. പഴയകാലം പുതിയ കാലം കൂടി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാൻ അതിന് വേണ്ടിയിട്ട് പറയാണ് ഞാനിവിടെ ഈ കുറ്റിപ്പുറത്തുനിന്ന് ഇങ്ങനെ പോണത് തൃക്കണാപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് MESന്റെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അതിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയപ്പോൾ സ്വിച്ച് ബോർഡിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, സുന്നത്ത് നിസ്കാരത്തിനും ഫാൻ ഉപയോഗിക്കാവുന്നതാണ്. കാരണം എന്താ ഓല അങ്ങനെ എഴുതാൻ കാരണം? വേറൊരു പള്ളിക്കും ഫാൻ ഇടാൻ പാടില്ല. അപ്പൊ പിന്നെ ഓല അത് പ്രത്യേകമായിട്ട് എഴുതി വെക്കേണ്ടി വന്നു. അങ്ങനെയാണ്, സുന്നത്ത് നിസ്കാരത്തിന് എവിടെയും ഫാൻ ഇടാൻ പാടില്ല എന്നൊക്കെയാണ് നിയമം. ഒരു ദിവസം പരിപാടിക്ക് പോയിട്ട് കണ്ണൂർ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മടങ്ങി വരികയാണ്. അപ്പൊ ഈ രാത്രി വരുന്ന സമയത്ത് മൂത്രമൊഴിക്കാനും 2 റക്അത്ത് നിസ്കരിക്കാനും ഒക്കെ തോന്നിയാൽ കയറണ പ്രസിദ്ധമായ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഒരു ദിവസം ഇങ്ങനെ വരുമ്പോൾ മഗ്‌രിബ് ജമാഅത്തിനെത്തി. 1ാമത്തെ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ട്. 2ാമത്തെ ജമാഅത്തിന് ഞാൻ ഇമാം നിൽക്കുകയാണ്. ഒരു സഫിൽ 50 ആൾ കൊള്ളും, വലിയ പള്ളിയാണ്. 3 സഫിന്റെ ബാക്കിലുണ്ട്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് 150 ആളുണ്ട്. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു ടവലിട്ട ആള് 1ാമത്തെ ജമാഅത്ത് കഴിഞ്ഞ ദുആ കഴിഞ്ഞ് ഇമാമ് വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി എന്ന് പറയണുള്ളൂ. അപ്പോൾ അതിന് ഒരു ടവലിട്ട ആള് വേഗം നീച്ചു പോയിട്ട് ഫാനും ഓഫാക്കി AC ഓഫാക്കി. AC ഒക്കെ ഉള്ള പള്ളിയാണ്. 150 ആളിൻ്റെ പിന്നിൽ നിൽക്കുന്നുണ്ട്. ഞാൻ 2ാമത്തെ ജമാഅത്തിന് ഇമാമാണ്. 2ാം ജമാഅത്തിന് ഇടാൻ പാടില്ല എന്ന് എവിടുന്ന നിയമം ഉണ്ടായത്? അവിടുത്തെ ഖാദി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലേലിയാണ്. ജമലുല്ലേലി തങ്ങളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഖാദിയായ സ്ഥലത്ത് ഇങ്ങനെ ഉണ്ട് പറഞ്ഞു. അത് ഞാൻ തീരുമാനം എടുത്തോളായിരുന്നു മൂപ്പര്. ഇതൊക്കെ ഞാൻ എന്തിനാ പറഞ്ഞു വെച്ചാൽ, ഞാൻ മുൻധാരണ ഇല്ലാതെ ഇങ്ങനെ പറയാണ്. മുൻധാരണ ഇല്ലാതെ ഇപ്പം ഈ വിഷയം പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഏതൊക്കെ നമ്മളെ നാട്ടിലുള്ള വെച്ചാൽ തിരുത്തിയേ പറ്റുള്ളൂ. മഹല്ല് എന്ന് പറഞ്ഞാൽ, പള്ളി എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിൻ്റെ ആശാകേന്ദ്രമായി മാറ്റാൻ എന്ന് നമുക്ക് കഴിയോ അന്ന് പഴയ പ്രതാപം നിലനിർത്താൻ പറ്റും. ഇന്നിപ്പോൾ എല്ലാവരും നമ്മളങ്ങനെ തോണ്ടി തിന്നല്ലേ. ഉദ്ഘാടന പ്രസംഗത്ത് പറഞ്ഞു, എല്ലാവർക്കും മാപ്പിളാരങ്ങനെ തോണ്ടല പണി. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യതദാലൈകുമുൽ ഉമമു കമാ തദാഅല്ലാഖിലതു ഇലാ ഖസ്അതിഹാ. തീറ്റക്കാരി പാത്രത്തിലേക്ക് കൈനീട്ടുന്നത് പോലെ വ്യത്യസ്തമായ സമൂഹങ്ങൾ ഒരു കാലഘട്ടത്തിൽ നിങ്ങളിലേക്ക് കൈനീട്ടി വരും. തീറ്റക്കാരി പാത്രത്തേക്ക് കൈയിടണമായിരി എല്ലാവരും ഇങ്ങളെ തോണ്ടി തിന്നണ ഒരു കാലഘട്ടം ഉണ്ടാവും. വളണ്ടിയർമാരെങ്കിലും ഒരാൾ വന്ന് ഫ്രണ്ടിൽ ഒരു കസാല ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, അത് എടുത്തു മാറ്റേണ്ടതാണ്. മുന്നേ തന്നെ ഒരു കസാല ഒഴിഞ്ഞു കിടക്കുന്നത് എടുത്തു മാറ്റണം. ബാക്കിയുള്ളതൊക്കെ കിടന്നോട്ടെ, കുഴപ്പമില്ല. തന്നെ ഒരാളായി ഇരുന്നാലും മതി, ഒരു പ്രശ്നമില്ല, ആയിക്കോട്ടെ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പള്ളിക്കൊക്കെ ചെന്നാലും നിങ്ങൾ നോക്കണോ, ഏറ്റവും ബാക്കിൽ വാതിലിന്റെ മുക്കിലാണ് ആദ്യം വരുന്ന ആളിരിക്കുക. അങ്ങനെ ഞാൻ പള്ളിക്കൊക്കെ ചെന്നാൽ നമ്മളിതൊക്കെ ഒന്ന് മാറ്റണം, ഒരു മാറ്റം വരുത്തണം. ഇപ്പം നമ്മളിങ്ങനെ പള്ളിക്ക് ചെന്നാൽ ഇപ്പം മുമ്പൊക്കെ എനിക്കിപ്പോൾ അതിനാത്രം വയസ്സൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ പള്ളിക്ക് ഇമാമ് ഖുത്ബ ഓതുന്ന സമയത്ത് ഖുത്ബ ഓതാൻ വേണ്ടി റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയും. അപ്പൊ കേൾക്കുന്ന ആൾക്കാരൊക്കെ വഅലൈക്കും അസ്സലാം എന്ന് പറയായിരുന്നു. ഒന്നും ഉണ്ടൂല. അത് കഴിഞ്ഞിട്ട് പിന്നെ മുക്രിയുടെ അടുത്ത് വാള് വാങ്ങുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് ഒന്നുകൂടിയും പറയും. അപ്പൊ മുക്രി മടക്കിയെങ്കിൽ ആയി, വേറെ ഒറ്റ മനുഷ്യനും ഉണ്ടൂല. ആ കേൾക്കണ മുഴുവൻ ആൾക്കാരോടും തന്നെയാണ് ആ സലാം, എല്ലാവരും മടക്കണം. അത് കഴിഞ്ഞിട്ട് മിമ്പർമ കയറിയിട്ട് കിഴക്കോട്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞതിന് ശേഷം പിന്നെയും കിഴക്കോട്ട് തിരിയുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയും. ഒറ്റൊന്നും ഉണ്ടൂല. എല്ലാവരും മനസ്സിൽ മടക്കും. സലാം ഒരിക്കലും മനസ്സിൽ മടക്കിയാൽ വിടൂല. അതാ മുന്നിലുള്ള കാരണന്മാര് കുറച്ചുറക്കെ വഅലൈക്കും സലാം എന്ന് പറയുമ്പോ മേലെ ഇരിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാകും താഴത്ത് ജുമ ഉണ്ടില്ലേ. ഇപ്പൊ താഴത്തുള്ളവരും ഉണ്ടാതിരുന്ന പോലും എങ്ങനെ മനസ്സിലാകുക? അത് കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പര് ഖുത്ബ അങ്ങനെ ഓതും. കുറേ എത്തിയാല്
കലാമു റബ്ബിൽ ആലമീൻ എന്ന് പറയും ഒന്നാമത്തെ ഖുതുബ അവസാനിക്കാൻ പോകുമ്പോ. അപ്പൊ കാരണന്മാരൊക്കെ കൂടി മുമ്പ് എന്ത് പറയും? സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. അപ്പൊ മേലിരിക്കുന്ന കുട്ടികൾ വർത്താനം പറയാൻ അങ്ങനെ തുടങ്ങുന്നുണ്ടാവും. ഓർക്ക് മനസ്സിലായി താഴെ ജുമ ഉണ്ട്. ഇത് ഒറ്റ കാരണം ഒരു മുണ്ടൂല. എന്നിട്ട് പിന്നെ അവസാനം ജുമ കഴിഞ്ഞിട്ടേ മേലെ കുട്ടികൾ വർത്താനം പറയുകയാണെന്ന്. താഴെ ബലൊന്നും ഉണ്ടായിട്ടല്ലേ മേലെ വർത്താനം പറഞ്ഞത്. പിന്നെന്ത് വേണം? വരുന്ന പുതിയ തലമുറക്ക് കഴിഞ്ഞ തലമുറ പഠിപ്പിക്കണം. ഇമാമ് മിമ്പർമ കയറിയിട്ട് കലാമു റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോ എന്താ പറയേണ്ടതെന്ന് വയസ്സന്മാര് പറഞ്ഞാൽ ബാക്കിലിരിക്കുന്ന കുട്ടികൾക്ക് ചെറുപ്പക്കാർക്ക് മനസ്സിലാകും. നമ്മളെ കാലം കഴിഞ്ഞ് ഓല് മുന്നിക്ക് ഇങ്ങനെ കയറുമ്പോൾ ഓല് ചെല്ലും. അപ്പം അതിൻ്റെ ബാക്കിലുള്ളവർക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ഇത് കൈമാറി പോണത്. ഇത് നമ്മളെന്നെ ഉണ്ടാതായാൽ പിന്നെ എങ്ങനെ ഉണ്ടാവും? ഉറക്ക പറയണം. ഉറക്കാണ് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അപ്പം എന്തേ ഞാൻ പറഞ്ഞു വെച്ചാൽ, കേരളത്തിൽ എന്ന് ഇസ്ലാം വന്നിട്ടുണ്ടോ അന്ന് മുതൽ ഇന്ന് വരെയും പള്ളിയുമായി ബന്ധപ്പെട്ട സംസ്കാരത്തിലാണ് അവർ ജീവിച്ചു പോകുന്നത്. അത് അതേമാതിരി മടക്കിക്കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞാൽ ഗംഭീരായി. തീറ്റക്കാരി പാത്രത്തിലേക്ക് കൈനീട്ടുന്നത് പോലെ വ്യത്യസ്ത സമൂഹങ്ങൾ നിങ്ങളുടെ മേൽ കൈനീട്ടി വരുന്ന ഒരു കാലം ഉണ്ടാവും. സഹാബത്ത് ചോദിച്ചു, അമ്മിൻ ഖില്ലത്തിൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങളന്ന് എണ്ണത്തിൽ കുറവായത് കൊണ്ടാണോ അങ്ങനെ സംഭവിക്കുക? ഞങ്ങൾ ഇത്ര കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാ എല്ലാവരും ഞങ്ങളങ്ങനെ തോണ്ടാൻ നടക്കുക എന്ന് ചോദിച്ചു. മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, ബൽ അല്ല, ഞങ്ങൾ എണ്ണത്തിൽ കുറവൊന്നുമല്ല, വഅൻതും കസീർ, നിങ്ങളന്ന് ധാരാളം ഉണ്ടാവും. എവിടെ ചെന്നാലും ഉണ്ടാവും മാപ്പിളാര്, ഏത് സംഗതിയിലും മുസ്ലിങ്ങൾ ഉണ്ടാവും. പക്ഷേ വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, നിങ്ങളന്ന് ഒലിപ്പ് വെള്ളത്തിലെ ചണ്ടികൾ പോലത്തെ ചണ്ടിയായിരിക്കും. ഒലിച്ചു പോണ കൈത്തോട് കൂടെ പോണ ചണ്ടി പോലത്തെ ചണ്ടിക്കാരം. വലാകിന്നകും, പക്ഷേ നിങ്ങളന്ന് ഗുസാഉൻ ചണ്ടിയായിരിക്കും, കഗുസാഇസ് സൈലി, ഒലിപ്പ് വെള്ളത്തിലെ ചണ്ടി പോലെ ആയിരിക്കും എന്നല്ല പറഞ്ഞത്, ചണ്ടി പോലത്തെ ചണ്ടി ആയിരിക്കും എന്നാ പറഞ്ഞത്. നിങ്ങളന്ന് ഒലിപ്പ് വെള്ളത്തെ ചണ്ടി പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ചണ്ടി പോലത്തെ മനുഷ്യന്മാരാണെന്ന് വരും. അതും വരാൻ പാടില്ല. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഗുസാഉൻ കഗുസാഇസ് സൈൽ, ഒലിപ്പ് വെള്ളത്തിലെ ചണ്ടിമായിരുത്തെ ചണ്ടിക്കാരങ്ങൾ എന്ന് പറയാൻ കാരണം എന്താ? ചണ്ടി എന്താ? വെള്ളം ഒലിച്ചു പോകുമ്പോഴുള്ള ചണ്ടിയുടെ പ്രത്യേകത. ചണ്ടിക്ക് കുറേ പ്രത്യേകത ഉണ്ട്. ഒലിക്കുന്ന വെള്ളത്തിൽ നമ്മളൊരു കല്ലിട്ടാല് ആ കല്ല് ഒന്നിങ്ങനെ ഇളകിയിട്ട് അടി പോയിട്ട് ഉറച്ചവിടെ കിടക്കും. ഞാൻ എടുക്കൂല്ല അറിയും, അടി പോയിട്ട് ഉറച്ചു കിടക്കും. എന്തേ കാരണം? കല്ലിന് ഉൾക്കനമുണ്ട് എന്നതാണ് കാരണം. എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടോ? വല്ലാതെ ശബ്ദം ഉണ്ടാക്കാതെ കസാലയേറ്റ് ലേശം മുമ്പൊക്കെ ഇരിക്കാനാണ് പറയുന്നത്. ബാക്കിൽ സ്ഥലം കുറവുണ്ട്, അപ്പൊ സ്റ്റൂൾ അവിടെ കൊടുന്ന് വെച്ചതുണ്ട്, അത് ഇടാം. ലേശം കുറച്ച് പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഈ സ്റ്റേജുമൊക്കെ കയറി ഇരിക്കാം. വയസ്സായ ആൾക്കാരൊക്കെ കുറച്ച് ആൾക്കാർ ഇങ്ങോട്ടും കയറി ഇരുന്നാല് നന്നായി. അതൊരു വർക്കത്തും കൂടിയാണ്. മുഖത്ത് നോക്കാൻ കഴിയൂല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എന്നാലും കണ്ടില്ല. ഇൻഷാ അല്ലാഹ്. ഒന്ന് വല്ലാതെ ഒച്ച ഉണ്ടാക്കാതെ ഒരു യാനബി എല്ലുമ്പോത്തിന് ശരിയാക്കുക. യാനബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും, أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا قط يا وجه
سروري يا نبي سلام